ചെറിയൊരു പൂന്തോട്ടം. നിങ്ങളെല്ലാം വേച്ചാൽ വലിയ പൂന്തോട്ടം ആക്കാൻ പറ്റും. നിറയെ ചെമ്പരത്തി ഉണ്ടോ? അല്ല, ഞാൻ പറയാം നിറയെ ചെമ്പരത്തി ഉണ്ടോന്ന് പറയാ. ഒരു മരം നിറയെ ചെമ്പരത്തിയാണ്. ചെറിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണാടിപ്പറമ്പ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലാണുള്ളത്. ഞാൻ കൈലകത്ത് മുത്തുമാരിയമ്മ ക്ഷേത്രത്തിലെ ഷൂട്ടിങ്ങിന് പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടത്തേക്ക് വീണ്ടും വന്നതാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തേത് പൂർത്തിയായിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഭഗവത് സേവയാണ് കാണിച്ചു തന്നത്, വൈകിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതിരുദ്ര മഹായജ്ഞത്തിൽ രുദ്ര മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നു. എന്നാൽ ശരി, ഞാൻ അവിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ പറയുന്നതിൽ ചിലതൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മേഖല ഇതല്ല. നമ്മൾ മറ്റൊരു മേഖലയിൽ നിന്ന് ഈ മേഖലയിലേക്ക് ചേക്കേറിയ ഒരാളാണ്. പിന്നെ മറ്റാരും പറഞ്ഞു തരാനും പഠിക്കാനൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് എനിക്ക് ഓരോ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നത്. അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഗ്രഹിക്കാൻ പറ്റുന്നത് ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറണ്ടേ, നമ്മുടെ ആ ഒരു ഫിക്സഡായിട്ട് അതിലേക്ക് ഇറങ്ങിപ്പോയതല്ലേ. എന്തായാലും നമുക്ക് ഇവിടുത്തെ അതിരുദ്രത്തിൻ്റെ അവിടത്തേക്ക് ഞാൻ കടന്നുകൊണ്ടിരിക്കുവാണ്. നമുക്ക് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് എന്നാൽ പോയിട്ട് അത് കണ്ടിട്ട് വേഗം നമോ ഭഗവതേ വായുവസ്തുതായ വസതീനാം പരേ നമഃ
നമോഘോഷായ നമഃ ശിവായ നമസ്തഹമാനായ നമസ്തഗുപായ സംഗിണേ സേനാനാമധേ നമഃ നമോ ശാന്തിരായ നമസ്കാരാമധേ നമഃ നമോ വഞ്ചരേ പരിവഞ്ചരേ സ്ഥായൂനാമധേ നമഃ നമോ നിചേരവേ പരിചരായ അരണ്യാനാമധേ നമഃ നമസ്കാരഭ്യോ ജ്ഞാനസഭ്യോ മുഷ്കരാമധേ നമഃ നമോ ശിവഭ്യോ പഞ്ചരഭ്യോ പ്രകൃതാനാമധേ നമഃ നമോ പുഷ്ടിഷിണേ വിജരായ ഗുരുനാമധേ നമഃ നമോ ശിവഭ്യോ തന്മാഭ്യോ നമഃ സൗമാനി ബുധപ്പനാഥനഗരി ചക്രായുധാവി വാരാജി ഗണഗോരഗണം ഗീതം ശ്രീധവദ്വായ മാധർമ്മേ മധുവൈരവക്തിമിക്ഷപ്രാണാവഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവധേഹേ ചണ്ഡമുണ്ഡാഗ്നി നിശേഷീകൃതരക്തബീജതനിജേ നിത്യേ നിസുംഭാവഹേ ശുംഭദ്വന്ദിനി സംഹരാശുദീതം ദുർഗേ നമസ്തേംബികേ അഷ്ടൗ ഭുജാംഗീം മൈഷസ്യമർദ്ദിനീം സകങ്കരക്രം ശരശൂലധാരിണീം താം വിദ്യയോഗീം സകരാവേദീം ദുർഗാം സദാ ശരണാം പ്രവൃത്തീം മഹിഷമസ്തകനൃത്തവിനോദനപുര. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് ഇതാ നല്ല നമസ്കാരം. ബാക്കിയൊന്നും കാണിച്ചു തരാൻ കഴിയില്ല. ഓ സന്തോഷം. തീർത്തുമില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. കുറച്ച് തീർത്തും തരുവാ. ആ വെള്ളായും മതി. ഓ അയ്യാ അയ്യാ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കണേ, ഇവൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പരാതി വീട്ടിൽ നിന്ന്. ഭക്ഷണം കഴിക്കണേ. കൊടുത്തു സാധ്യത കുറവാ. എന്താ ചെയ്യുന്നു? ഞാൻ പഠിക്കുക. എന്താ പഠിക്കുന്നു? ഡിഗ്രി പ്ലീസ്. പിന്നെ എവിടെ പഠിക്കുന്നത്? കാഞ്ഞങ്ങാട് തണുപ്പ്. പിന്നെ എന്താ എന്താ മുട്ടലുണ്ടോ? അത്യാവശ്യം. പണിക്കാറാ അല്ലല്ലോ. ജോലി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ധാര അടക്കാൻ വേണ്ടി പോകുന്നുണ്ട് 11-ാം തീയതി. അന്ന് ഭഗവാനോട് നല്ലോണം പ്രവർത്തിച്ച് ഉറപ്പായിട്ടും ലഭിക്കുന്ന സങ്കല്പം. വെറുതെ പറഞ്ഞല്ല, ഭാരതത്തിലെ 3ാമത്തെ ക്ഷേത്രമാണ് ഇവിടെ അതിരുദ്രം നടക്കുന്നത്. അപ്പോൾ അവിടെ എത്തിച്ചേരുക എന്നുള്ളത് ജന്മജന്മാന്തരങ്ങൾ സുഹൃതം ചെയ്യണമെന്നാണ്.
മനസ്സിലായി. എവിടെയുള്ള നമ്മൾ പോലും ഇങ്ങോട്ട് ഓടി എത്തിയില്ല. എന്തുകൊണ്ട് അതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് 11-ാം തീയതി രാവിലെ ഇതേ സമയത്ത് വന്നിട്ട് ആ പാർട്ടി ധാര ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ട് നിങ്ങളെ സങ്കടം എന്ന് വെച്ചാൽ ഒരു സംഗതി വെച്ച് ബാക്കി എന്തും ചോദിക്കാം ആൾക്കാരത്തേക്ക് അല്ലേ അല്ലേ അത് വെച്ചിട്ട് ബാക്കി എന്തും ചോദിക്കാം. മനസ്സിലായിനാ? Namo
ജഗദാംബതേ നമഃ നമോ രോഹിതായ ജ്ഞാനാംബതേ നമഃ നമോ മായാന്ത്യായ വനാനാംബതേ നമഃ നമോ രോഹിതായ സ്തവതേ വൃക്ഷാനാംബതേ നമഃ നമോ മന്ത്രിണേ വാണിജായ വൃക്ഷാനാംബതേ നമഃ നമോ വൃത്തയേ വായുവസ്ത്രധായ ഔഷധീനാംബതേ നമഃ നമഃ ഉച്ചൈർഘോഷായ ഗ്രന്ഥയദേവകീനാംബതേ നമഃ നമഃ കൃഷ്ണവീരായ ധാവതേ സത്വനാംബതേ നമഃ നമഃ ശിവായ നമഃ സമാനായ ദിവ്യാധീനാംബതേ നമഃ നമഃ കർവായ ജനനാംബതേ നമഃ നമോ വേണുഗോപാൽ ക്ഷേത്രത്തിൻ്റെ ഇല്ല, ഞാൻ ക്ഷേത്രത്തിൻ്റെ ആരും അവിടെ സഹായിക്കാതിരിക്കും മാത്രം. നല്ല നമസ്കാരം. രാവിലെ എന്താ പരിപാടി? അടിപൊളിയല്ലേ? അടിപൊളി, സന്തോഷം. നിങ്ങളെ പോലുള്ള ആൾക്കാരെ വീണ്ടും വന്നല്ല സന്തോഷം. അതെ, നിങ്ങളെ പോലുള്ള വിളിച്ചിട്ട് നിങ്ങളെ പോലുള്ള ആൾക്കാരെ വാക്കുകളെ നമുക്ക് എന്നപ്പോ നമ്മള് ഭഗവാന്റെ അതല്ല, നമുക്ക് മുന്നോട്ടേക്കുള്ള യാത്രയില്ലേ നല്ല ഇതാകുന്നുണ്ട്. കുറെ ഇമ്പ്രൂവ് ആയി ആദ്യത്തെ വീഡിയോനെക്കാട്ടും നല്ല മാറ്റം, നല്ല ഭംഗിയായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അല്ലേ? നല്ല നമസ്കാരം. എന്താ പേര് പറയുന്നത്? പേര് ലതീഷ്. പിന്നെ രാവിലെ എന്താ ഭക്ഷണം ഇവിടെ? രാവിലെ പലഹാരവും കാപ്പിയും ഉണ്ട്. ഉച്ചക്ക് ശനിയാഴ്ചകളിലാണ്. പിന്നെ ബാക്കി ഇവിടെയുള്ള വീട്ടിൽ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ഭഗവത് സേവൻ്റെ എല്ലാവർക്കും പായസം പ്രസാദം ഭഗവതിക്ക് നിവേദിച്ച എല്ലാവർക്കും കൊടുക്കും. ഇന്ന് ഇതുണ്ട്, തായമ്പകിയൊക്കെ ഉണ്ട്. നാളെ ചാക്യാർകൂത്തുണ്ട്. മറ്റന്നാളായി കഴിയാനായി. ഈ 10-ാം തീയതി വസോർധാര. എന്തായാലും വസോർധാരക്ക് എന്തായാലും വരാം. രാവിലെ 8 മണിയാകുമ്പോൾ. രാവിലെ ഇതേപോലെ രുദ്രജപം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ അവിടെ വസോർധാര യജ്ഞവേദിയിൽ. അതിനുശേഷം അകത്തേക്ക് നിൽക്കുന്നിട്ട് ഈ കലശങ്ങൾ ഭഗവാനെ അഭിഷേകം ചെയ്യും. ഇന്നലെ പൗർണമിയായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല. പൗർണമിയിലാണ് പൂജ ചെയ്യുന്നത്. കാരണം പൗർണമി നാളിലെ പൂജ ചെയ്യും. ബാക്കിയുള്ള സമയം ദീപാരാധന മാത്രമല്ല, വിളക്കെത്തിക്കുക, അർച്ചനയൊന്നുമില്ല. ഈ ഒരു ദിവസം മാത്രം അർച്ചന. എന്തെങ്കിലും ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അർച്ചന. ഏതായാലും വീണ്ടും വന്നതിൽ സന്തോഷം. കാരണം വരാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് എന്താ പറയുക വെച്ചാൽ ഇന്ത്യയിൽ തന്നെ 3ാമത്തെ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. ഒന്നത്. രണ്ടാമത് ഇത് ഭാരതത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ ഭഗവാനെ. കാരണം ഇത് കേൾക്കുക, കാണുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇത് സീരിയസ് ആർക്കും അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഒഴുകിയെത്തും എവിടുന്നാലും. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സർവ്വപാപങ്ങൾ ഇതിന് മുന്നിൽ വന്ന് നിന്നാൽ. അതേപോലെ ഈ വസോർധാര ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുന്നതാണ് സങ്കല്പം. അതെന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. പിന്നെ അത് എപ്പോഴാണ് പറഞ്ഞത്? അത് 11-ാം തീയതി രാവിലെ. 11-ാം തീയതി രാവിലെ 8 മണിക്ക് പിന്നെ എല്ലാ ഭക്തന്മാർക്കും പറ്റുമെങ്കിൽ എത്തുക. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് നിങ്ങളുടെ ദേശത്ത്, ഭാരതത്തിൽ, കേരളത്തിലാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3 ക്ഷേത്രങ്ങളും കേരളത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ഒരു പ്രതിഫലോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാ കുടുംബത്തിലും ഈ മന്ത്രം എത്തും. ആരൊക്കെ ഈ വീഡിയോ കാണുന്നോ
അവരെ കുടുംബത്തിൽ മുഴുവനും ശാന്തിയും സമാധാനം സർവൈശ്വര്യം സർവാവിധ അഭിവൃദ്ധിയും വരട്ടെ, എല്ലാം നെഗറ്റീവ് മാറട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളെല്ലാം കഷ്ടപ്പെടുന്നത്. അപ്പോൾ നല്ല നമസ്കാരം. ആയിക്കോട്ടെ നമസ്കാരം.